ഹലോ, സ്ഥാനാർത്ഥി ഉണ്ടോ? ആ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. പിന്നെന്തുണ്ട്, രാവിലെ കാപ്പിയൊക്കെ ആയോ? സ്കൂൾ വർക്കിന് ഇറങ്ങാനായില്ലേ? രാവിലെ പോയായിരുന്നു, ഇപ്പൊ വന്നതാ. ഒരു 5 മിനിറ്റ് കൂടെ ഇങ്ങനെയുള്ള സാധനങ്ങളോടാ കൂടുതൽ നിങ്ങളല്ലേ എന്താണ് എന്തുവാണ് അതെനിക്ക് മനസ്സിലാവുന്നില്ല. പടക്കം പൊട്ടിക്കുന്നല്ലേ? അവരുമായിട്ട് നിങ്ങളല്ലേ നമ്മൾ പിന്നെ എങ്ങനെയുണ്ട് ഇലക്ഷൻ വർക്ക്? നല്ല രീതിയിൽ ഈ ഇലക്ഷൻ വർക്കിനിടയിൽ എങ്ങനെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ എങ്ങനെ നോക്കും? അമ്മ നോക്കിക്കോളൂ അല്ലേ? അമ്മേനെന്താണോ കൂടുതൽ ഇഷ്ടം? അപ്പൂപ്പനും അമ്മൂമ്മയാണ് ഇഷ്ടം അല്ലേ? അപ്പൊ കോളേജിലൊന്നും പോകുന്നില്ലല്ലോ അല്ലേ? ഞങ്ങള് ഇങ്ങനെ ഇറങ്ങിയതാവും, ഇങ്ങനെ ഇറങ്ങി വന്ന വഴിക്ക് സ്ഥാനാർത്ഥിയിലേക്ക് വീട്ടിൽ കയറി ഇങ്ങനെ കാപ്പിയൊക്കെ കുടിച്ചിട്ട് പോകാം. ഞങ്ങൾ തിരക്കൊന്നും തെറ്റോട്ടോ രാവിലെ കാപ്പിയൊക്കെ ഉണ്ടാക്കിയോ? എന്തായാലും ഇഡലിയാണല്ലേ? അവനെന്തോ കളിക്കുന്നത് കാണിച്ചോ ജനത്തിന്? കളിച്ചോ അല്ലേ? എങ്ങനെയുണ്ട്, കൊള്ളാവോ സാധനം? ഒരു കാര്യം ചോദിക്കട്ടെ? ചോദിക്കട്ടെ, എത്ര വയസ്സായി? 2 വയസ്സിൽ എഴുതിച്ചോ? അപ്പൊ നമുക്കൊരു ചോദ്യം. വീട്ടമ്മയിൽ നിന്ന് പെട്ടെന്ന് ഒരു പുതുമുഖം എന്നത് ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്നപ്പോ അവരിൽ നിന്നുണ്ടായ അനുഭവങ്ങളും പ്രതികരണങ്ങളും. ഒരു വീട്ടമ്മയെന്ന് പറയാൻ പറ്റത്തില്ല, കാരണം എല്ലാം ഉണ്ട്. ഞാൻ കോളേജിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഞാനൊരു നമ്മുടെ എൻട്രൻസ് കോച്ചിങ് സെന്റർ ഉണ്ടല്ലോ, ലോയിഡ, അവിടെ ലോ ഫാക്കൽറ്റി ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഓൺലൈനിലായിട്ട് ലോ ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എന്റേതായിട്ടുള്ള എല്ലാ ഇതിലും ഞാൻ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ അവിടുത്തെ ജാഗ്രതാ സമിതി ഉണ്ടല്ലോ, അതിനകത്ത് ഞാൻ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കുടുംബശ്രീ, അതിന്റെ സെക്രട്ടറിയാണ്. അങ്ങനെ എല്ലാ മേഖലകളിലും ഉണ്ടായിരുന്നു. ആദ്യമൊക്കെ നമുക്ക് നമ്മൾ ഇതുവരെ അങ്ങോട്ടൊരു ഓപ്പൺ ആയിട്ട് ഒരു ഇതിലില്ലായിരുന്നല്ലോ. അപ്പൊ ആദ്യമൊക്കെ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷേ ആൾക്കാർക്കൊന്നും പ്രശ്നമില്ല. എല്ലാരും നല്ലൊരു പോസിറ്റീവായിട്ടാ, എല്ലാവരുടെ ഭാഗത്തും നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ഒരു പ്രതികരണമാണ് കിട്ടിയത്. അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഒരു ആദ്യമായിട്ട് അല്ലെങ്കിൽ പുതുമുഖം എന്നുള്ള ഒരു രീതിയൊന്നുമല്ല. എന്റെ കൂടെ ഉള്ള എല്ലാവരും എനിക്ക് കുഞ്ഞുനാൾ മുതലേ പരിചയമുള്ളവരാണ്. പിന്നെ അച്ഛൻ ഒരുപാട് വർഷത്തെ രാഷ്ട്രീയ പാരമ്പര്യമുള്ളതാണ്. അപ്പൊ ഇവരെയൊക്കെ തന്നെ ഞാൻ എന്ത് കാണുന്ന മുഖങ്ങളാണ്. അപ്പൊ എന്റെ കൂടെ ഉള്ളവർക്ക് ഭയങ്കര സപ്പോർട്ടുണ്ട്. എന്നിപ്പോ സ്ഥാനാർത്ഥിയായിട്ട് നിശ്ചയിച്ച ആ ദിവസം മുതൽ ഇവരെല്ലാവരും എല്ലാ സപ്പോർട്ടിനും കൂടെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കാണ് അല്ലെങ്കിൽ ഒരു പുതുമുഖമാണ് എന്നുള്ള തോന്നലൊന്നും എനിക്ക് തോന്നുന്നില്ല. പിന്നെ ആൾക്കാരുടെ ഇടയിലോട്ട് ചെല്ലുമ്പോൾ ആരും അങ്ങനെ ഒന്നും പറയുന്നില്ല. എല്ലാവരും ഒരു പോസിറ്റീവായിട്ടുള്ള അനുഭവം, ഇനി ഇങ്ങനെയുള്ളവർ വരണം എന്നൊക്കെയാണ് ആൾക്കാരും പറയുന്നത്. അങ്ങനെ വേണോ? നമുക്ക് ജനങ്ങളിൽ ഒരു പോസിറ്റീവ് എനർജി കിട്ടുമ്പോഴാണ് കൂടുതൽ കരുത്തായിരുന്നത്. ഒരുപാട് അമ്മൂമ്മമാരായാലും മാമിമാരായാലും ഒക്കെ പറയുന്നുണ്ട്, നമ്മള് ഇനിയിപ്പം പിള്ളേരൊക്കെ വരണം എന്നുള്ള ഇതുണ്ടല്ലോ, അത് കൂടുതൽ പേർക്ക് അതിലൊരു ഇൻസ്പിറേഷൻ ആവും എന്നൊക്കെ പറഞ്ഞ് എല്ലാരും കുറെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് വലിയ ഭാഗ്യമാണ്. മോളുടെ പേര് ഹൃദയ ഗോത്ത്. മോള് 4ാം ക്ലാസ്സില് നമ്മുടെ MGM ഇന്റർനാഷണൽ സ്കൂൾ കിളിമാനൂർ. മോന്റെ പേര് ശ്രാവൺ ഗോപു, 3 വയസ്സായി. ആള് ഇവിടെ ശബരിഗിരിയില് പ്ലേ ക്ലാസ്. ആള് എന്നും പോകത്തൊന്നുമില്ല. ആള് മോനിങ്ങനെ കുറച്ച് നമ്മൾ ഇപ്പൊ കേട്ടല്ലോ മാമ സംസാരിക്കുമ്പോഴത്തേന് ഒരു ഫ്ലുവൻസി വരുന്നില്ല ഇതുവരെ കൊണ്ട്. ആള് ഫ്രീ ടൈം ബേബിയാ. ഡോക്ടർമാര് തന്നെ സജസ്റ്റ് ചെയ്തതാണ്, നല്ലൊരു പ്ലേ ക്ലാസ്സിലാക്കുവാണെങ്കിൽ അവരുമായിട്ട് കൂടുതൽ സംസാരിക്കുമ്പോ ആള് പക്ഷെ വിട്ടതിൽ നല്ല മാറ്റമുണ്ട്. നമ്മള് കുഞ്ഞിന്റെ കയ്യില് ഈ മൊബൈൽ പോലുള്ള സാധനങ്ങളൊന്നും കൊടുക്കാതെ നമ്മള് അവനോട് ഓരോരോ കാര്യങ്ങളും
അങ്ങോട്ട് രക്ഷാകർത്താക്കൾ അങ്ങോട്ട് സംസാരിക്കും. അപ്പൊ അങ്ങോട്ട് സംസാരിക്കുന്ന കേൾക്കുമ്പോ അവൻ തിരിച്ചു പറയാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാക്കി മാറ്റിയെടുക്കാൻ പറ്റുന്നു. അവർ സംസാരിച്ചോളൂ. മറ്റൊരു കാര്യം ശ്രദ്ധിക്കട്ടെ, വീട്ടിലെ പാചകകാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ സമയം കിട്ടുന്നുണ്ട്. രാവിലെ മോക്കുള്ള ഫുഡ് ഉണ്ടാക്കും. രാവിലെ മോക്ക് 6:45 ബസ് വരും. അപ്പൊ അതിനു മുന്നേ മോക്ക് കൊണ്ടുപോകാനുള്ള ഫുഡും അവളെ ഒരുക്കി റെഡിയാക്കി നിർത്തിച്ച്. ഞാൻ ചോദിച്ചതൊക്കെ ഈ പ്രചരണത്തിനെതിരെ അതിന്റെ ഇടയിൽ പ്രചരണം നടക്കണമല്ലോ, സ്കൂൾ വർക്ക് നടക്കണമല്ലോ. ഈ സ്കൂൾ വർക്കിനിടയിൽ ഇങ്ങനെ കുഞ്ഞുങ്ങളുടെ കാര്യവും വീട്ടുകാര്യങ്ങളും ശ്രദ്ധിക്കാൻ സ്ഥാനാർത്ഥിക്ക് സമയം കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് ചോദിച്ചത്. ഞാനല്ല നോക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ശ്രദ്ധിക്കുന്നത് എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ വലിയ കള്ളത്തരമാവും. കാരണം എന്നെ അറിയാവുന്ന എല്ലാവർക്കും അറിയാം. കാരണം അവരെ രണ്ടുപേരെ കാര്യങ്ങൾ നോക്കുന്നത് അമ്മ തന്നെയാണ്. അമ്മയാണ് അവർക്ക് അമ്മ. എന്നെ മാളുമ്മ എന്ന് വിളിക്കുന്നത് അമ്മയാണ് അമ്മ. കുഞ്ഞുനാളിലെ അത് തന്നെ. സ്ഥാനാർത്ഥിയായിട്ട് പൊതുരംഗത്തേക്ക് ചെല്ലും. അപ്പൊ പൊതുരംഗത്ത് ചെന്ന ആ ഒരു സമയം ജനങ്ങൾ എന്തെങ്കിലും പുതിയ ആവശ്യം ഇന്ന കാര്യങ്ങൾ വരാനുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്തു തരണം, പുതിയതായി ഇന്നൊരു സംരംഭം കൊണ്ടുവരാനുണ്ട് എന്നുള്ള നിലയിൽ ജനങ്ങൾ പ്രതികരിക്കാറ്. ഇല്ല, അങ്ങനെയൊന്നും ഒരുപാട് ആവശ്യങ്ങളൊന്നും ഇല്ല. എല്ലാവരുടെയും പ്രശ്നം വഴിയും റോഡും ഒക്കെയാണ്. നമ്മള് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണല്ലോ, നമ്മുടെ പഞ്ചായത്തില് ഏറ്റവും കൂടുതൽ വികസനം നടന്നിട്ടുള്ള ഒരു വാർഡാണ് പൂക്കോട് വാർഡ്. നമ്മള് എന്ത് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നറിയാം റോഡിൽ കൂടെ പോവാൻ. ഇപ്പൊ നമുക്ക് ജസ്റ്റ് ഒരു 5 മിനിറ്റിന്റെ ആവശ്യം പോലും ഇല്ല നമുക്കൊന്ന് KSRTC സ്റ്റാൻഡിലോട്ട് പോവാൻ. അത്രയ്ക്ക് എല്ലാവരും ഒരുപാട് ആഗ്രഹിച്ച ഒരു വഴിയല്ലേ അത്. എല്ലാവർക്കും പോവാൻ സൗകര്യം. പിന്നെ ആൾക്കാർ പറയുന്നത് റോഡിന്റെ പ്രശ്നം, വഴിയുടെ പ്രശ്നങ്ങള്, ആരും പുതുതായിട്ടൊന്നും ആവശ്യമില്ല. എല്ലാരും എന്റെ ഒരു അറിവില്ല, എനിക്ക് കൂടുതലായിട്ടൊന്നും അറിയത്തില്ല. എനിക്കിപ്പോ ഈ കണ്ട ഒരു ഇത് വെച്ചിട്ട് നമ്മുടെ പഴയ മെമ്പറായാലും ഒക്കെ എല്ലാരും നല്ല സാറ്റിസ്ഫൈഡ് ആണെന്ന് എന്റെ ഒരു ഇതില്ല. പിന്നെ എല്ലാത്തിലും കാണുമ്പോ കുറച്ച് നെഗറ്റീവ് പറയുന്നവരും കാണും. മറ്റൊരു ചോദ്യം ഉണ്ടാകും. ഇന്റർവ്യൂ അങ്ങനെയൊന്നും അല്ല, ഇങ്ങനെ പോയ വഴിക്ക് നിങ്ങൾ വെറുതെ പറഞ്ഞതല്ല, സ്ഥാനാർത്ഥിയുടെ വീട്ടിൽ കയറി നമുക്ക് ചായ കുടിച്ചിട്ട് പോകാം എന്നുള്ള രീതിയിൽ വന്നപ്പോൾ ചോദിച്ചു. അപ്പൊ ഇതിനിടയ്ക്ക് ഒരു ഈ പ്രചരണ രംഗത്തേക്ക് കടന്നു നിന്നപ്പോ നമ്മൾ പല മേഖലകളിൽ നിന്ന ഒരാളാണ്. എന്നാലും നമ്മൾ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ജനങ്ങളുടെ പ്രതിനിധി എന്ന നിലയിൽ ആ വർക്കിനിടയിൽ മറക്കാനാവാത്ത ഏതെങ്കിലും ഇതുവരെ ഉണ്ടായിരുന്നു എന്തെങ്കിലും ആരുടെങ്കിലും വിഷമങ്ങൾ കണ്ടുപോകും, അല്ലെങ്കിൽ ആരുടെങ്കിലും സന്തോഷത്തിൽ പങ്കുചേർന്നാൽ എന്തെങ്കിലും മറക്കാൻ ഇതുവരെയുള്ള അങ്ങനെ മറക്കാനാണ്. പക്ഷെ എല്ലാരും നല്ല പോസിറ്റീവായിട്ടാ പെരുമാറുന്നത്. അതെനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം എന്ന് വെച്ചാൽ ഞാനും അങ്ങനൊന്നും പ്രതീക്ഷിച്ചില്ല. കാരണം എനിക്ക് ഒരു പരിചയമില്ലാത്ത രംഗമാണ്. ഞാൻ ആദ്യമായിട്ട് വരുന്ന ആ ഒരു രീതിയിലായിരിക്കും എല്ലാരും എന്നെ കാണുന്നതിനുള്ളൊരു പേടിയൊക്കെ എനിക്ക് ആദ്യം ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ അല്ല, ഒരുപാട് പേര് അത് പ്രായമായവരായാലും എല്ലാരും സംസാരിക്കാൻ പറയണം, അതിന് നിങ്ങളെ പോലുള്ള പിള്ളേർ വരണം എന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടല്ലോ അത് കേൾക്കുമ്പോൾ. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. മറ്റൊരു ഒരു കാര്യം എന്ന് പറയുമ്പോൾ തെരക്ക് ഡോക്ടറാണ്, ആയുർവേദ ഡോക്ടർ. അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോ എങ്ങനെയാണ് സപ്പോർട്ടൊക്കെ? സപ്പോർട്ടിന്റെ കാര്യം ഞാൻ പറയുന്നത് എല്ലാ കാര്യത്തിലും ഭയങ്കര സപ്പോർട്ടാണ്. ഭയങ്കര സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ കുറച്ച് കുഞ്ഞുങ്ങളുടെ കാര്യം പറഞ്ഞായാലും ഒക്കെ കുറച്ച് ബാക്കിലോട്ട് പോകുമ്പോ അങ്ങനെ പോവല്ലേ, ഇപ്പം നമ്മൾ ഇത്രയും പഠിച്ചതാണ്, അപ്പൊ അതിനൊരു പ്രയോജനം വേണം എന്നൊക്കെ പറഞ്ഞ് എന്നെ എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ട് ചെയ്യുന്നത് എന്റെ ഹസ്ബൻഡ്, ചേട്ടൻ, അച്ഛനും അമ്മയാണ്, ചേച്ചി. എന്റെ ഈ ഹസ്ബൻഡിനെ എത്ര സപ്പോർട്ട് ചെയ്യുന്നു അതിലും കൂടുതൽ എനിക്ക് ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നത് എന്റെ ചേച്ചിയാണ്. ചേച്ചി എന്ന് വെച്ചാൽ ചേട്ടന്റെ വൈഫ്. ഒരു ചേട്ടന്റെ വൈഫ് എന്നുള്ള രീതിയിലൊന്നും അല്ല, ചേച്ചിക്ക് ഞാൻ സ്വന്തം അനിയത്തിയാണ്. ചേച്ചിയാണെങ്കിൽ സത്യം പറഞ്ഞാൽ എന്നെപ്പോഴും ഭയങ്കര നിൽക്കുന്നത് എന്റെ ചേച്ചിയാണ്. സത്യവാ, നമ്മളിങ്ങനെ പോകുമ്പോ ഇന്ന ഡ്രസ് ഇടണോന്ന് പറയുന്നതും നീ അവിടെ പോയി അങ്ങനെ എന്നുള്ള രീതിയിലുണ്ടല്ലോ. ഞാൻ ഇങ്ങനെ സ്ഥാനാർത്ഥിയെങ്കിലും ആൾക്ക് ഭയങ്കര സന്തോഷമാണ്. അതുപോലെ ചേട്ടനായാലും ഒക്കെ ഭയങ്കര സപ്പോർട്ടാണ്. ഭാഗത്ത് നല്ല സപ്പോർട്ട്. കുടുംബം നമ്മുടെ കൂടെ നിൽക്കുന്നത്
അത് അവന് നമുക്ക് മുഴുവൻ സപ്പോർട്ടുമായി നമ്മളോട് ഒപ്പമുള്ളപ്പോൾ നമുക്ക് ഏത് കാര്യത്തിലേക്കും നമുക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള ഒരു പോസിറ്റീവ് എനർജി അതിൽ നിന്നുണ്ടാകും. അത് തന്നെ വലിയ സന്തോഷമാണ്. അപ്പോൾ എല്ലാവരുടെയും ആത്മാർത്ഥമായ സപ്പോർട്ടും സഹകരണവും ഭീഷ്മയുടെ വിജയത്തിലേക്ക് എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ വിജയാശംസകളും നേടുന്നു. എപ്പോഴും ജനങ്ങളിലേക്ക് നിറഞ്ഞു നിൽക്കുന്ന ഒരു നല്ല ജനപ്രതിനിധിയായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുന്നു. സാക്ഷി ടി വി നന്ദി, നമസ്കാരം. രണ്ടുപേർക്കും ഒരുപാട് നന്ദിയുണ്ട്. രണ്ടുപേരുടെ നല്ല സപ്പോർട്ടും എനിക്ക് വേണം, സപ്പോർട്ടും പ്രാർത്ഥനയും വേണം.